അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുക എന്നത് അതിനെക്കുറിച്ച് ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. LDF പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് കോൺഗ്രസ് ആരാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ചർച്ചയുണ്ട്. വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPയും തയ്യാറെടുക്കുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തൽ? അത് ഈ പറഞ്ഞ പോലെ CPM-ൻ്റെ പക്ഷത്ത് അവരുടെ കണക്കുകൂട്ടൽ BJPയുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും രണ്ടായി പോവുകയും അവരുടെ വോട്ട് കൺസിഡറബിൾ പോർഷൻ അങ്ങനെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ പറ്റുമെന്ന് കണക്ക് നോക്കിയാൽ ഇപ്പം തന്നെ അത് ഏതാണ്ട് ക്ലിയറാണ്. അതായത് ഇപ്പോൾ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിനാണ്, ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 44% കഴിഞ്ഞ തവണ LDF-ന് കിട്ടിയതെങ്കിൽ 38% UDF-ന് കിട്ടിയത്. പക്ഷേ 12% അടുപ്പിച്ച വോട്ട് BJPയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 38ഉം 12ഉം കൂടെ വന്ന ഏതാണ്ട് 60% വോട്ട് പ്രതിപക്ഷത്ത് നിൽക്കുകയായിരുന്നു. 41 സീറ്റുമായിട്ട് അസംബ്ലിക്കകത്തും സീറ്റൊന്നും ഇല്ലാതെ 12 അടുപ്പിച്ച് വരുന്ന BJP അസംബ്ലിക്ക് പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 60% പ്രതിപക്ഷത്താണ്, 40%-ന് കുറച്ചുകൂടെ മുകളിൽ ഭരണപക്ഷം. എന്നിട്ടാണ് അവർ 99 സീറ്റ് പിടിച്ചത്. പ്രതിപക്ഷം 41 സീറ്റ്. ഇതിനെയും ആവർത്തിക്കാം എന്നുള്ളതാണ് CPM-ൻ്റെ കണക്കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ വീണ്ടും വരും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു സന്ദേശമല്ലല്ലോ നൽകുന്നത്. അതിലും ഏതാണ്ട് ഈ കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ 44% ഇത്തവണ അത് കോൺഗ്രസ്സായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 37%, 36-37% വരുന്ന അത് CPM-ആയി. 20% അടുപ്പിച്ച് BJPയും വന്നു. അപ്പോൾ വീണ്ടും അവിടെ ഒരു വിചിത്രമായ സഖ്യത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വന്നാലും അത് പ്രശ്നം. പിന്നെ 33% കേട്ടോ കഴിഞ്ഞ തവണ 33% CPM. അങ്ങനെയാണ് BJP 20%-ഓളം വന്നത്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു ഇലക്ഷൻ വന്നാൽ പോലും ഈ 33 അല്ലെങ്കിൽ 35% വെച്ചിട്ട് CPM-ന് മൂന്നായിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ, ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിൽ CPM-ന് അധികാരത്തിൽ വരാമെന്നുള്ളതാണ് ഇവരുടെ കണക്കൂട്ടൽ. കോൺഗ്രസ് എന്നാൽ 44% നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ കിട്ടി പല മണ്ഡലത്തിലും പിന്നെ വർദ്ധിച്ച വോട്ടുകൾ കിട്ടുമ്പോൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേ നടന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാകും. പക്ഷേ നാം ഈ കണക്കെല്ലാം പറയുമ്പോഴും LDF വരുമെന്ന് പറയുമ്പോഴും ഈ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിലുണ്ടല്ലോ. അതായിരുന്നല്ലോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ജനങ്ങൾ ആദ്യമായി തന്നെയാണ് ഈ മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നൊരവസ്ഥ നാം കണ്ടതാണ്. അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ 33%-ന് ഏതാണ്ട് കുറച്ച് മുകളിലുള്ള അത് മാത്രം CPM പിടിക്കുകയും അവർക്ക് ഒരു MP മാത്രം കിട്ടുകയും ബാക്കി 19 MP-യും പ്രതിപക്ഷ മുന്നണിക്ക് പോവുകയും ചെയ്തില്ലേ. BJP ഉൾപ്പെടെയുള്ള, BJPയുടെ ഒന്നും കൂടെ ചേർത്താൽ 19 സീറ്റും പ്രതിപക്ഷത്തിനാണ് കിട്ടിയത്. ഒരു സീറ്റ് മാത്രമാണ് CPM-ന് കഷ്ടിച്ച് കിട്ടിയത്. അവിടെയും 20,000-ഓളം വോട്ടേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെ നോട്ട 10,000-ഓളം വോട്ടുണ്ട്. ആലത്തൂർ 10,000-ന് അടുപ്പിച്ച് വോട്ട് നോട്ടയ്ക്കുണ്ട്. അപ്പോൾ നോട്ടയും കൂടെ ഉത്സാഹിച്ചിരുന്നെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞേനെ. വേറെ രസമുണ്ട്, നോട്ടയ്ക്ക് ഏതാണ്ട് 9,000 ചിലവാനും വോട്ട് ചിറയൻകീഴുണ്ട്. അപ്പോൾ അവിടെ അടൂർ പ്രകാശ് ജയിച്ചത് 600 ചിലവാനും 650 വോട്ടിനടുപ്പിച്ചാണ്. ആറ്റിങ്ങൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും പിന്നെ പല വിധത്തിലുള്ള തിരിമറികൾ ഈ നോട്ട വെച്ച് തന്നെ നടക്കുമായിരുന്നു. അതായത് ജനങ്ങളുടെ അതൃപ്തിയാണ് കാണിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ജനങ്ങളുടെ അതൃപ്തിയാണ് ഈ നോട്ടയിലൂടെ പ്രകടമാകുന്നത്. 1,58,000 നോട്ട വോട്ടുകളുണ്ട്. അതായത് 2019-നേക്കാൾ അത് 50,000-ന് അടുപ്പിച്ച് കൂടിയെന്നാണ്. അപ്പോൾ എത്രത്തോളം അതൃപ്തിയുള്ള ജനത കേരളത്തിലുണ്ടെന്ന് ആലോചിച്ചു. മുൻപ് നാം പല തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ള കാര്യമാണ്. UDF-ന്റെ വിജയത്തിന് കടിഞ്ഞാണിടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ UDF-ന്റെ വോട്ട് പൂർണ്ണമായി തങ്ങളിലേക്ക് എത്തിക്കുന്നത്, അത് ഗുണം ചെയ്യുന്നതോ LDF-നാണ്. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വീണ്ടും ചിലപ്പോൾ ഈ 2026-ൽ കാണാൻ കഴിയുമോ? അല്ല, അത് പലതും പരീക്ഷണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026. ഇപ്പോൾ KG മാരാറും K കരുണാകരനും ജീവിച്ചിരുന്നെങ്കിൽ കോലീബി സഖ്യം പോലും ചിലപ്പോൾ വന്നിരുന്നേനെ.
ഇപ്പോൾ തിരിച്ചാണ് സാധ്യത കൂടുതലെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഭീമാ സഖ്യം, BJP മാർക്സിസ്റ്റ് സഖ്യം അണ്ടർഗ്രൗണ്ടിൽ പണ്ടത്തെ കോലീബി പോലെ വന്നുകൂടായില്ല. കാരണം BJPക്ക് ഇത്തവണ 20 മണ്ഡലങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നിർണായകമായിട്ട് നിൽക്കുക. പിന്നെ ഒരു 10-15-12 സീറ്റുകളിൽ 5000 വോട്ടോളം പുറകിലായിട്ട് അവർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ 1-2 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ പിന്നെ അതിൽ 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്താണ്. അതിലെല്ലാം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം 6 സീറ്റുകൾ തൃശ്ശൂരാണ്. അപ്പോൾ ആ തൃശ്ശൂർ അതുപോലെ ഇത്തവണ കോപ്പി ചെയ്യണമെന്നില്ല. എങ്കിൽ പോലും ഒരു 7-8 മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ പിടിച്ചു നിർത്തും. നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും അതുപോലെ പിടിച്ച് ഒരു അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, നല്ലൊരു സ്ഥാനാർത്ഥിയില്ല, ഒരു നേതാക്കളില്ല. നല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ BJPക്ക് വോട്ട് കിട്ടില്ല. കഴിഞ്ഞ തവണ വോട്ട് കിട്ടിയത് എന്തുകൊണ്ടാണ്? രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ, V മുരളീധരനെ പോലെയുള്ളവർ, പ്രൊഫസർ സരസുവിനെ പോലുള്ളവരൊക്കെ മത്സരിച്ചപ്പോഴാണ് BJPക്ക്, അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ പോലുള്ളവർക്ക് മത്സരിച്ചപ്പോഴാണ് BJPക്ക് ഈ ഒരു ഉയർച്ച ഉണ്ടായത്. ഒപ്പം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ ഒരു നേരിട്ടുള്ള ഒരു പ്രചരണ ശൈലിയും കൂടി ഇവിടെ വന്നുകൊണ്ടാണ് ആ വിജയം കൊയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനിയും അസംബ്ലി ഇലക്ഷനിലും ഏതാണ്ട് ഇപ്പം അസംബ്ലി ഇലക്ഷൻ വരുമ്പം കേന്ദ്ര നേതൃത്വം തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. അവരുടെ നേതാക്കളും RSSൻ്റെയൊക്കെ ഒരു വലിയ മുന്നേറ്റം തന്നെ ഇതിൻ്റെ പിന്നിൽ കാണാം. കാരണം ലോക്സഭാ ഇലക്ഷൻ പോലെ അല്ല, അതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സന്ദർഭമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സഖ്യങ്ങൾ പല വിധത്തിൽ മറിയാൻ സാധ്യതയുണ്ട്. ആ സഖ്യമെന്ന് പറഞ്ഞാൽ പ്രകടമാകുന്ന സഖ്യമായിരിക്കില്ല, അതിൽ അണ്ടർഗ്രൗണ്ട് ധാരണകൾ പലപ്പോഴും പലയിടത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഊഴം എന്നുള്ളതിനേക്കാൾ ഭരണം എങ്ങനെയെങ്കിലും ഇന്ത്യയിലാകെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തിൻ്റെയും കൂടെ പോയാൽ നാഷണൽ പദവി മാത്രമല്ല, എങ്ങുമില്ലാത്തൊരവസ്ഥ, 2-3 സീറ്റുകൾ മാത്രം ഉള്ള ഒരവസ്ഥയിലേക്ക് പാർലമെൻറ്റിലായാലും പോകുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ കോലീബി സഖ്യമാണെങ്കിൽ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ ഭീമാ സഖ്യം. ഈ നാം കണ്ടതാണ് ബംഗാളിലും ത്രിപുരയിലുമെല്ലാം. കാരണം ഈ അധികാരത്തിന് പുറത്തുപോയ ശേഷം അവർക്ക് അവിടെ ആ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ തകരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് അല്പസമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നും അവർ അധികാരത്തിന് പുറത്തു പോയാൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ? തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് സമീപ ഭാവിയിൽ. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലും അതിൻ്റെ അലയൊലികൾ വന്നുകൊണ്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് എങ്ങനെ പോയാലും 30% വോട്ട് എപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്, 30-32% വോട്ടുണ്ടെന്നാണ് അവരുടെ കണക്ക്. ആ കണക്കിൽ പോലും നോക്കിയാൽ 20-22% ഹിന്ദുക്കളുടെ വോട്ടാണ്. ആ ഹിന്ദുക്കളുടെ വോട്ട് ഇപ്പോൾ ചോരുന്നുണ്ട്. അവരുടെ പല പാർട്ടി കോൺഗ്രസിലും പറഞ്ഞ് ഈഴവ വോട്ടുകൾ ഗണ്യമായിട്ട് മാറുന്നു, ഹിന്ദു വോട്ടുകൾ പലതും പല മണ്ഡലങ്ങളിലും മാറിപ്പോകുന്നു എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഭീതി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭരണം നിലനിർത്തേണ്ടതും ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് തങ്ങളെ കൂടെ നിർത്തേണ്ടതും ഒക്കെ അവരുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതൊക്കെ നടന്നില്ലെങ്കിൽ 26-ൽ അവർക്ക് ഭരണത്തിൽ നിന്നും പുറത്തോട്ട് പോകേണ്ടി വരും. ഭരണത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ കൂടുതൽ ഒരു BJP കോൺഗ്രസ് ഫോക്കസ് വരികയോ മൂന്നാമതായിട്ട് CPM പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതുപോലെ CPI ചിലപ്പോൾ CPIക്ക് എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിലേക്ക് മാറാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അവർ പഴയ സഖ്യമായിരുന്നു, ഇപ്പോഴും അവരെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അതിനൊക്കെയുള്ള നാഷണൽ ലെവലിലും അത്തരത്തിലുള്ള പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ CPIക്കാരുടെ ബലപ്പെടുത്തം കൊണ്ടാണ് അത് ഇപ്പോൾ തന്നെ അത് തകരാതെ നിൽക്കുന്നത്. പാർട്ടി പലപ്പോഴും സീറ്റുകളുടെ എണ്ണത്തിൽ കൂടിയിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ കേഡറിൽ വളർച്ച കുറഞ്ഞിട്ടുണ്ടോ എന്ന് CPIയിലും ഒരു ആത്മപരിശോധന നടക്കുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ഉദ്ദേശിക്കുന്ന അത്ര ഒരു പ്രോലറ്റേറിയൻ ലൈൻ എടുക്കാൻ കഴിയാതെ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവരിപ്പോൾ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2026-ൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. സഖ്യങ്ങൾക്ക് പുറമെ അന്തർധാരാ സഖ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായിരിക്കും 26-ലെ ഇലക്ഷനെ നിർണായകമാക്കുന്നത്. ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്. പക്ഷേ അത് അന്തർധാരകൾ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് CPM-ന് അനുകൂലമാക്കാനായിട്ടുള്ള സകല ശ്രമവും അവർ നടത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.